പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഡിസ്കഷന്റെ ഈ അതിരാത്രത്തിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ ഓരോ ചാൻഡും അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണ് അത് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് അതിന്റെ റെസൊണൻസ് പ്രപഞ്ചത്തിലുണ്ടാകും. മഴ പെയ്യിക്കാൻ പറ്റും. അതെ 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 അതെ. ഇതുമായിട്ട് ലയിച്ചു ചേർന്ന് അതായത് മഴ പെയ്യിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോഴുള്ള കാലാവസ്ഥ വെച്ചാൽ മനുഷ്യന്റെ ശരീരം പോലെ പ്രകൃതി എന്ന് പറയുന്ന ഇതിനൊരു മനസ്സും ഒരു സംഭവമായി കിടന്ന് ലയിച്ചു കിടക്കുന്ന ഹ്യൂമൻ ബോഡി, കറക്റ്റ് അത് തന്നെയാണ്. അപ്പം മനുഷ്യന്റെ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളുടെയും കർമ്മഫല ദോഷങ്ങൾ മുഴുവനും നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഭൂമിയും ബാക്കി പ്രകൃതിയിലും കൂടെ ഇങ്ങനെ മാറി നടക്കുകയാണ്. അപ്പൊ നമുക്കൊരു പ്രശ്നം വരുമ്പോഴേക്കും നമ്മൾ എത്ര സ്ട്രെസ്ഡ് ആണോ, ഒരു ഹ്യൂമൻ ബോഡി, ഒരു ഹ്യൂമൻ സിസ്റ്റം എത്ര സ്ട്രെസ്ഡ് ആണോ, അതുപോലെ പ്രകൃതി സ്ട്രെസ്ഡ് ആവും. അതിലൊരു മരണം നടക്കുന്ന വീട്ടിൽ നമ്മൾ ചുറ്റാൻ നോക്കിയറിയാം, പെട്ടെന്നൊരു ബ്ലൂം ആ ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. വളരെ പെട്ടെന്ന് കുറച്ച് സമയത്തേക്കാണ്, പക്ഷെ നമുക്കറിയാൻ പറ്റും എല്ലാം ഇങ്ങനെ ഒരു വിത്ഡ്രോവൽ സിംറ്റം പോലെ കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ നമ്മൾ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൽ നിന്ന് വേറിട്ട് ഇങ്ങനെ ഒഴുകി പലയിടത്തേക്ക് വന്നു. അപ്പം മറ്റൊരാളെ വേണം. അങ്ങനെ വന്ന് ഞാൻ ചോദിച്ച് ഈ മാഗ്നറ്റിക് പവറിന്റെ കാര്യം അത് അപ്പുറത്ത് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് കുറെ സമയം എടുക്കും. ഇപ്പൊ ഇദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ സത്യത്തിന്റെ പൊരുൾ തേടി എന്ന് പറഞ്ഞിട്ട് ഗുഹയിലൊക്കെ പോയിരിക്കുന്ന ഒരു സംഭവമുണ്ട്. പൊരുളിൽ അന്വേഷിക്കാൻ ഒരുപാട് യൂറോപ്യൻസ് ആണ് ആഗ്രഹിക്കുന്നത്, ജീവിതത്തിൽ ഏറ്റവും വലിയ സാക്ഷാത്കാരം. ആ പൊരുൾ നമ്മൾ കുറെ നേരം വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് തരാൻ പറ്റും. പക്ഷെ ഇതൊക്കെ ഒരു നിയോഗമാണ്. നമ്മൾ ജപിച്ച് ആ മാഗ്നറ്റിക് പവർ നമ്മുടെ ശരീരത്തിലേക്ക് പാസ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന ആ ഈശ്വര ചൈതന്യവും ഈ മാഗ്നറ്റിക് പവറും തമ്മിൽ ഒരുമിച്ച് ആക്കുമ്പോഴേക്കും നമ്മുടെ ബ്രെയിനിനകത്തുള്ള നമ്മുടെ 5 സെൻസിങ് പവർ എന്നുള്ളത് ഇതെല്ലാം കംപ്ലീറ്റ് മാറി നമ്മൾ വേറൊരു ലോകത്ത് വന്ന് നമുക്കൊരു ദുഃഖമില്ലാതെ ശരീരബോധമില്ലാതെ കുറച്ച്. പക്ഷെ അതാണ് സീറോ സ്ട്രെസ്സിലേക്ക് പോകുന്നത്. സ്ട്രെസ്സിന് ഡെഫിനിഷൻ ഇല്ല, പക്ഷെ ഞങ്ങളുടെ വ്യക്തമായ ഡെഫിനിഷൻ ഉണ്ട്. സ്ട്രെസ് അത് വീണ്ടും നമ്മൾ ഒഴുകിപ്പോയി പറഞ്ഞു പോവാം. അത് വലിയൊരു ചാപ്റ്ററാണ് കേട്ടോ സ്ട്രെസ്. എന്തുകൊണ്ട് സ്ട്രെസ് ഉണ്ടാവുന്നു എന്ന് മെഡിക്കൽ സയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, സ്ട്രെസ്സിന്റെ സ്പെസിഫിക് ആയിട്ടൊരു ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, പറ്റുമെന്നുള്ളതാണ്. സ്ട്രെസ് ഇന്ന കാരണങ്ങൾ കൊണ്ടുണ്ടാവും. സ്ട്രെസ് ഉണ്ടായാൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കാം. സ്ട്രെസ് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാം. ഇത്രേ പറ്റും. അപ്പം സ്ട്രെസ്സിന്റെ ശരിക്കുള്ള ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യജന്മം എന്ന് പറയുന്നത് ഒരു ആത്മാവ് അതിൻ്റെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈശ്വരൻ എന്ന് പറയുന്ന പ്രകൃതിയാവുന്ന ഏകശക്തി, യൂണിവേഴ്സൽ ഫോഴ്സ് എന്ന് പറയുന്ന ആ ഏകശക്തി എടുത്ത്, അതാണ് ഈശ്വരൻ എന്ന് പറയുന്ന ശരിയായ ശക്തി എന്നുള്ളത്. ഒരു പ്രപഞ്ച ശക്തിയുണ്ട്, ഒറ്റ ശക്തിയുള്ളൂ. അതിനെയാണ് ഇങ്ങനെ പല പല കാരണങ്ങളിലൂടെ വന്നിരിക്കുന്നത്. അത് വേറൊരു ചാപ്റ്ററായിട്ട് പോകുന്നതാണ്. അപ്പം ആ ശക്തി ഈ ആത്മാവിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് ഭൂമിയിൽ ഒരു മനുഷ്യ ശരീരം കൊടുക്കും. അതിന് നോർമലി പറഞ്ഞിരിക്കുന്നത് 120-122 വർഷം നിനക്ക് ആ ശരീരത്തിലിരുന്ന് നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പല ക്യാരക്ടർ, പല രൂപം, പല ഇതിനകത്ത് വരുന്നത്. അപ്പം ഈ ശരീരം, ഈ ആഗ്രഹവും ഈ ശരീരവും തമ്മിൽ, ഈ ആത്മാവ് ശരീരം തിരഞ്ഞെടുക്കുന്നത് പ്രത്യേക ഒരു സയൻസിന്റെ ഭാഗമായിട്ടാണ്. ഈ കൺസീവ് ആകുമ്പോൾ നടക്കുന്ന ഒരു ഇതുണ്ട്. ഇത് അതാണ് ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് തീരാൻ പറ്റും. കാരണം ഇതെല്ലാം സെൻസ് ചെയ്യാൻ പറ്റും. ഈ സോളിന് കംപ്ലീറ്റ് കാര്യങ്ങൾ എടുക്കാൻ പറ്റും. അതിന്റെ ഡിസയർ ഈ ഗർഭപാത്രത്തിലേക്ക് എൻട്രി ആയി കഴിഞ്ഞാൽ, ഈ കുഞ്ഞായി ജനിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കുക. അത് ഈശ്വരൻ തന്നെ. കാര്യത്തിൽ സർവശക്തൻ, സർവജ്ഞാനി, സർവ്വവ്യാപി, സർവ്വവൈദ്യൻ. അപ്പം സോഫ്റ്റ്വെയർ എല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എഞ്ചിനീയർ അദ്ദേഹം തന്നെ. അപ്പം ഓരോരുത്തരിലും ഓരോ ലാംഗ്വേജ് വെച്ചിരിക്കുന്നുള്ളത്. ഓരോ ലാംഗ്വേജ് എനിക്കൊരു സംഭവം അപ്പം നമ്മൾ രണ്ട് റോബോട്ടായിട്ട് സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ജോലി ചെയ്യുന്ന 2 പ്രോഗ്രാമിംഗ് ആണെന്നുള്ളത്. ആ പ്രോഗ്രാമിൽ കംപ്ലൈന്റ് വരുമ്പോഴേക്കാണ് നമ്മൾ ഡൈവേർട്ട് ചെയ്ത്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഈ ആത്മാവ് എന്ത് ചെയ്യും, നമ്മൾ ജനിച്ചു, അത് കഴിഞ്ഞ് ഓരോ ഇതിലേക്ക് വളർന്നു വരണം. അതിനാണ് ഹോർമോൺ ചേഞ്ച് വരും. 5 വയസ്സ്, 10 വയസ്സ്, 15 വയസ്സ്, പിന്നെ 18 ടേണിംഗ് പോയിന്റ്, 18ാമത്തെ വയസ്സ്. ആ 18ാമത്തെ വയസ്സിനെ ഞാനിവിടെ തത്വമസിയായിട്ട് കണക്ട് ചെയ്യും. എൻ്റെ സയൻസിൽ ഭഗവാൻ പഠിപ്പിച്ചു, തത്വമസി അത് നീ തന്നെയാവുന്നു. എങ്ങനെയാണ്? 18 വയസ്സാകുമ്പം ഒരാള് അവൻ കർമ്മബോധത്തിലേക്ക് എത്തിച്ചേരണം. ശരിയും തെറ്റും പരിപൂർണമായും മനസ്സിലാക്കി അവന് ശരിയായ കർമ്മമണ്ഡലം മനസ്സിലാക്കി അതിലൂടെ അവന് സഞ്ചരിക്കാൻ കഴിയണം.
അപ്പം ഈ ആത്മാവ് അതിനാണ് ഈ 18 വയസ്സ് വരെ മാതാപിതാ ഗുരു ദൈവം കറക്റ്റ് ഡയറക്ഷൻ കൊടുത്ത് കുട്ടികളെ കറക്റ്റായിട്ട് ഡയറക്റ്റ് മോൾഡ് ചെയ്ത് 18 വയസ്സ് വരെ എത്തിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട തൊഴിൽ ഇന്നതാണെന്ന് മനസ്സിലാക്കി അതിലൂടെ സഞ്ചരിച്ച് കഴിയും. ആ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ആഗ്രഹം, ചെയ്യുന്നത് ശരീരം. ശരീരം എന്ന് പറയുന്ന ഒരു ഹോർമോൺ സിസ്റ്റം. ഈ ഹോർമോൺ സിസ്റ്റത്തിനുള്ള കേടുപാടുകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഈശ്വരൻ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് വൈദ്യശാസ്ത്രം. എല്ലാത്തിനും വ്യക്തമായ അടുക്കും ചുറ്റോടുകൂടിയാണ് പ്രകൃതി നിയോഗിച്ചിട്ടുള്ളത്. ഒന്നും ചുമ്മാതെ ഒന്നുമില്ല. പക്ഷെ ആരും ഇതിന്റെ പുറകെ സഞ്ചരിക്കില്ല. വൈദ്യശാസ്ത്രം ഭൗതിക ശരീരം കാത്തു സൂക്ഷിക്കുന്നതിന് ഡോക്ടർമാരാണ് മാലാഖമാരായിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ? ഡോക്ടർമാരെ ദൈവതുല്യമായിട്ട് ഓരോന്നിനും ഓരോ സംഭവമായിട്ട് വരും. ആത്മാവിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഈശ്വരൻ. അപ്പം ഈ ആത്മാവിൻ്റെ ആഗ്രഹവും ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ ശരീരം പ്രവർത്തിക്കും. പിടിയിട്ട് ഇത് ആത്മാവ്, ഈ ശരീരം. ആത്മാവ് കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കും ഇതിവിടെ എത്തില്ല. ഇതൊരു ഹോർമോൺ സിസ്റ്റമാണ്. ഈ ഹോർമോൺ സിസ്റ്റത്തിലേക്ക് എനർജി എത്തി അത് മനസ്സിലാക്കി മനസ്സിലാക്കി നേരെ ബ്രെയിനിലോട്ട് പോയി ബ്രെയിൻ പ്രോപ്പറായിട്ട് കമാൻഡ് ചെയ്ത് പോകണം. അപ്പം നമുക്ക് സ്ട്രെസ് വരില്ല. സ്ട്രെസ് വരാതിരിക്കുമ്പോൾ ഫിയർ കാണില്ല, കൺഫ്യൂഷൻ വരില്ല, ഒന്നും വരാതെ നമ്മൾ ശരിയായ പാതയിലൂടെ സഞ്ചരിക്കും. ഇവിടെ നമ്മൾ ഡിസയർ ജീവിയാണ്. അപ്പോൾ ഈ ഡിസയർ പറഞ്ഞ ഒരു ഹോർമോൺ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത് 7 തലമുറയുടെ കോശങ്ങളാണ്. 254 വ്യക്തികൾ. എ എന്ന് പറയുന്ന ഒരാൾ ജനിക്കണമെന്നുണ്ടെങ്കിൽ 7 അച്ഛനമ്മ. അപ്പം 7 അച്ഛന്റെ പിറകിലോട്ട് ഇത് ഇത്രയാണ് പറയുന്നത്. അപ്പം 7 തലമുറയുടെ സങ്കല്പം എന്നുള്ള അതെ അതെ. അപ്പം ഇത് ശരിക്കും പഴയ നിയമം, പ്രകൃതിയുടെ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ 34 ആണെന്നാണ് എന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് എൻ്റെ ഓർമ്മ. 34 തന്നെയാണ്. 34 വരെ എടുക്കണം. അതൊന്നും നടക്കുന്നില്ല. ഇന്ന് ലേറ്റസ്റ്റ് സയൻസില് നമ്മളെ യൂറോപ്യൻ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിരിക്കുന്ന നിഗമനം എന്ന് പറയുന്നത് അവർ DNA സംഭവമായിട്ട് കണക്ട് ചെയ്യാം. അവർ പറയുന്നത് നമുക്ക് 4 തലമുറയുടെ കണക്കെടുത്തുകൊണ്ട്, നാസ പോലും ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. 4 തലമുറയുടെ കണക്കെടുത്ത് ഒരു ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്ന കോശങ്ങളിലെ ജീനുകളുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ തലമുറകളും നമ്മൾ മനസ്സിലാക്കിയെടുത്ത് അതിനെ പ്രോപ്പറായി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യന് അസുഖമില്ലാതെ അവനെ ചിരഞ്ജീവി 120 വയസ്സിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കണ്ടുപിടുത്തങ്ങൾ ഇത് ഓരോ എന്താ പറയുക ഇൻവെൻഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊക്കെ എന്ന് വെച്ചാൽ ഇതെല്ലാം സർവശക്തന്റെ കയ്യിലാണ്. അല്ല, ഈ രഹസ്യം അറിയാന്നുള്ള ധാരാളം ആൾക്കാർ ഹിമാലയത്തിന്റെ ചില ഓരോരുത്തരും ഓരോ കർമ്മമണ്ഡലത്തിൽ ഇരിക്കുന്നു എന്നുള്ള അവര് ചിലപ്പം അതുമായി മനസ്സിലാക്കി അവരുടെ ശരീരം ഇത്ര വർഷം അത് ഏതെങ്കിലും മുൻജന്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും. അപ്പം ഇത്രയും വർഷം ഇരുന്നതിന് ശേഷം പോകാന്നുള്ളതാണ്. അത് ഇപ്പോഴും 200 വർഷം 250 വർഷം കഴിഞ്ഞ ദിവസം എന്നെ ഒരു ആത്മീയമായി ബന്ധപ്പെട്ട ഒരാള് വേറൊരു അറിയാവുന്ന ഒരാൾ തന്നെയാണ് എന്നെ അന്വേഷിച്ച് വന്നപ്പോഴേക്കും ഡയറക്ഷൻ കൊടുത്തത് ഈ പറഞ്ഞ പോലെ അദ്ദേഹം യാദൃശ്യമായിട്ട് ഹിമാലയവുമായി ബന്ധപ്പെട്ട് ഒരു സന്യാസിയെ പരിചയപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു കുരുക്കുണ്ട്. ഈ എന്നെ വന്ന് കണ്ട വ്യക്തി, പേരുകൾ പറയുന്നത് ശരിയല്ല, എല്ലാവർക്കും അവരുടേതായ ഒരു പ്രൈവസി ഉണ്ടാവും. അപ്പം അന്നമുക്കാണ് പറഞ്ഞ്, അമ്മ എനിക്ക് എൻ്റെ ഈ പ്രശ്നം ഒന്ന് ഞാൻ എത്ര ചെയ്തിട്ടും വരുന്നില്ല, എനിക്കൊരു കുരുക്കുണ്ട്, അപ്പം അസ്ട്രോളജിക്കലി ഇന്ന പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഒന്ന് അഴിച്ചു തരാനായിട്ട് പറഞ്ഞ് അത് മുൻജന്മമായി ബന്ധപ്പെട്ട് ആ കണ്ട സന്യാസിയുടെ പ്രായം എത്രയെന്ന് അറിയാമോ? 184 വയസ്സ്. അപ്പൊ ഞാൻ അതിശയം, ഞാൻ ഈ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാൻ ആ പ്രായത്തിലുള്ള കണ്ടിട്ടില്ല. പ്രായം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റും എന്ന് പോകാൻ പറയുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മരണം നമുക്ക് തീരുമാനിക്കാം. സ്വാമി മുരിങ്ങക്കം പോലെ ഇരിപ്പുണ്ട്. ഒരു 4-6 അടി 2 ഇഞ്ച് പൊക്കവും മുരിങ്ങക്കം പോലെ ഇരിപ്പുണ്ട്. അപ്പൊ ആര് ചോദിച്ചു, അപ്പൊ എൻ്റെ ഈ പ്രശ്നമൊന്നും അങ്ങ് ഇത്രയും ദിവസമായി തപസ് ചെയ്യുന്നതിലൊന്നും മാറ്റിത്തരാം. അതെന്റെ കർമ്മമൊന്നുമല്ല മാറ്റുന്നു. ഈ കർമ്മം ചെയ്യാൻ നിനക്ക് പരിചയമുള്ള വേറൊരാളുണ്ട്, അയാൾ വിളിക്കും, ഇതൊരാവശ്യമായിട്ട് വിളിക്കുമ്പോൾ ഓർമ്മിച്ച് വെച്ചോ, അയാളെ കൊണ്ടേ പറ്റുള്ളൂ. ഇത് നമ്മളെ നിന്നെ എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ സിസ്റ്റത്തിനകത്ത് ഒരു സോഫ്റ്റ്വെയറിലാണ്. ആ സിസ്റ്റത്തിൽ ഈ പറയുന്ന വ്യക്തിയുടെ കർമ്മമാണ് ഇതിനെ എടുത്ത് അങ്ങോട്ടിട്ട് അതിനെ എടുത്ത് ഇങ്ങോട്ടെടുത്ത്, അതായത് ലാംഗ്വേജ് സോഫ്റ്റ്വെയർ ലാംഗ്വേജ്, ഇത് സെറ്റിങ്സ് മാറ്റിയാൽ മാത്രമേ ഇതിന്റെ ഈ പ്രശ്നം തീരുള്ളൂ. നീ ബോഡി കിടന്ന് പൂജയൊന്നും ചെയ്യാൻ പറ്റി നടക്കില്ല, അത് മാത്രമേ നടക്കുള്ളൂ. നീ വെയിറ്റ് ചെയ്തിരുന്നു, ഒരു ഇത്ര ദിവസത്തിനുള്ളിൽ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ സംഭവം ഒന്നും അറിയുന്നില്ല.
എനിക്ക് പ്രത്യേക ഒരു സാഹചര്യത്തിൽ എന്നെ കണ്ടെത്തിയ വ്യക്തി എനിക്ക് ഒരു ആവശ്യമായിട്ട് വിളിക്കേണ്ടി വന്നു. ഓ അദ്ദേഹം ഒരു പബ്ലിക് മാനാണ്. ഉം. വിളിച്ച വലിയ കാര്യമുണ്ട്. ഞാൻ ചോദിച്ചു എന്തേ, അല്ല എന്തിപ്പം വിളിക്കാനുള്ള കാര്യം സമയം? ഞാൻ പറഞ്ഞല്ല, എനിക്കൊരു ആവശ്യം വന്നു പറയും. അയ്യോ എനിക്കിന്നൊന്ന് കാണാൻ പറ്റും. പക്ഷേ ഇദ്ദേഹം ഈ വിളി ആരെന്ന് പറഞ്ഞ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ പല ആളുകളും മനസ്സിലുണ്ട്. അതെ അതെ. അപ്പം സ്ട്രെസ്സിന്റെ ഡെഫിനിഷൻ, സ്ട്രെസ് ജനറേറ്റഡ് ആവുന്നത് ശരീരം എന്ന് പറയുന്ന ഹോർമോൺ സിസ്റ്റവും ആത്മാവ് എന്ന് പറയുന്നതിന്റെ ഡിസിഷനും രണ്ടും രണ്ടായി വരുമ്പോഴേക്കും അതിനകത്തുനിന്ന് ജനറേറ്റഡ് ആവുന്നത് സ്ട്രെസ്. ഈ രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ സീറോ സ്ട്രെസ്സിലേക്ക് എത്താം. ക്ലിയർ ആയില്ലേ? അപ്പം അത് വലിയൊരു മേഖലയാണ്. ഒറ്റയടിക്ക് ഞാൻ ചുരുക്കി പറഞ്ഞു, വളരെ ചുരുക്കി പറഞ്ഞു എന്നുള്ളത്. സ്ട്രെസ്സിലേക്ക് പോകുമ്പോഴേക്കും ഒരു ഹോർമോൺ സിസ്റ്റത്തിനകത്ത് തലമുറകൾ, അതിന്റെ കോശങ്ങൾ, ജീനുകൾ, ഇതിന്റെ പഠനങ്ങളൊക്കെ വേറെ തലത്തിൽ പോകും. ഇത് മെഡിക്കൽ സയൻസിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിലൊന്നും പോയിട്ടുള്ള ആളല്ല. എന്നെ ഇതെല്ലാം പഠിപ്പിച്ച് ഞാൻ ഭഗവാൻ തന്നെയാണ് പറഞ്ഞത്. കാര്യത്തിൽ സർവശക്തൻ, സർവജ്ഞാനി, സർവവൈദ്യൻ എന്നുള്ള ഇതൊന്നും വരുന്നത്. അപ്പൊ ആ സവിശേഷ ഗുണമുള്ളതുകൊണ്ട് ഭഗവാൻ പഠിപ്പിച്ചു. വീണ്ടും നമ്മൾ പോയി. അതെ, അതായത് അഞ്ചാമതൊരാൾ വേണം ഈ വിഗ്രഹത്തിലേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ ജപിച്ച് ഈ പവർ ഇട്ടുകൊടുത്തപ്പോഴേക്കും എൻ്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അപ്പോഴാണ് ഈ ഭഗവാൻ എങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റി, എങ്ങനെ മനസ്സിലാവണം, ഫീലാണോ ഉള്ളിൽ നിന്ന് വരുന്നതാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനത് ഷെയർ ചെയ്തു. അപ്പം കണ്ണു തുറക്കാൻ പറഞ്ഞു. ഞാൻ കണ്ണു തുറന്നു. എൻ്റെ രീതി എന്ന് വെച്ചാൽ തത്തമ്മ പൂച്ച എന്ത് പറയുമോ ഞാൻ അതനുസരിച്ച്. ശരീരം അതിന് വേണ്ടിയാണ്, എൻ്റേതല്ല എന്നുള്ള ബോധത്തോടു കൂടി മാത്രം കൊണ്ടുവന്നു. കണ്ണു തുറന്നു പറഞ്ഞ് ഭാര്യയോട് ചോദിക്കാൻ പറഞ്ഞു. ഇപ്പം കണ്ണടച്ചിരുന്നപ്പം എന്ത് രൂപമാണ് അവരെ ഫ്രണ്ടിൽ വന്നത്? അപ്പം അവൾ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടില് ഭദ്രകാളി അമ്മ ദേവിയുടെ വളരെ ഭംഗിയായി ദേവി ചിരിച്ച് വളരെ ദേവീ സ്വരൂപമാണ് എനിക്ക് വന്നത് എന്ന് പറഞ്ഞു. രൗദ്രഭാവത്തിലുള്ള ദേവിയോ അത് ആ രീതിയിലുള്ള ഭാവത്തിലുള്ള ദേവിയുടെ ഭാവമാണ്, ഭദ്രകാളി അമ്മയുടെ രൂപമാണ് പറഞ്ഞത്. അപ്പം ഞാനത് ഭഗവാന്റെ അടുത്ത് ഷെയർ ചെയ്തപ്പോഴേക്കും ഭഗവാൻ പറഞ്ഞു, ഈ ദേവി തൃക്കണ്ണിൻ്റെ ഇവിടെ നീ ദേവി സങ്കല്പം കൊണ്ടുവന്നു. ആദ്യം ലോകത്ത് ഒരു പെൻസിൽ സ്കെച്ച് പോലും ഇല്ല ഈ വിഗ്രഹത്തിൽ. ഇതിലുണ്ട്, വ്യക്തമായുണ്ട്. ജഗദീശ്വരന്റെ തൃക്കണ്ണിൽ ദേവിയെ കൊണ്ടുവന്നു. ഭഗവാൻ പറഞ്ഞനുസരിച്ച് വരച്ച് വേറൊരാളെ കൊണ്ട് ദേവീ സങ്കല്പം. അപ്പം അതിന്റെ പിന്നിലുള്ള എന്താണ് സയൻസ്, അതിനുള്ള സന്ദേശം എന്താണ് ആൾക്കാർ കാര്യത്തിൽ ഓരോ വിഗ്രഹത്തിനകത്തും ഓരോതിനകത്തും ഓരോ തത്വങ്ങൾ വെച്ചിട്ടാണ് പഴയ മുനിമാർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ സർവ്വതും ഭഗവാൻ ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടി ഇരുന്നപ്പോഴേക്കും ഭഗവാൻ കണ്ണടച്ച് ജപത്തിലൂടെ ഇരുന്നപ്പോഴേക്കാണ് ഭഗവാന്റെ തൃക്കണ്ണ് തുറന്ന് ഭഗവാന്റെ കർമ്മമാണ് ചെയ്യുന്നത്, അതിനുപരി അനന്തമായി കിടക്കുന്നു എന്നുള്ള ഇത് വന്നു. ഭഗവാനും ചെയ്യുന്നത് ഭഗവാന്റെ കർമ്മമാണ്. ഭഗവാന്റെ കർമ്മം എന്താണ്? ഭഗവാന്റെ കർമ്മം എന്ന് പറയുന്നത് നിരവധി ആത്മാക്കൾക്ക് അതിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് ഭൂമിയിലേക്ക് ഒരുപാട് നമ്മൾ മനുഷ്യരുടെ കാര്യം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. മറ്റ് ജീവജാലങ്ങൾ മറ്റുള്ളവർ കേൾക്കുന്നവർക്ക് തോന്നുന്നു ബാക്കി ജീവികൾ ഈശ്വരൻ്റെ സൃഷ്ടിയാണ്. അത് തന്നെയാണ് നമ്മുടെ വിഷയം. ഹ്യൂമൻ ബീയിങ് ആയതുകൊണ്ട് അത് മാത്രം ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പം ആ ആത്മാക്കൾക്ക് ശരീരം കൊടുത്ത് വിട്ടാൽ പോരല്ലോ, ആ ഈശ്വരന് വാക്ക് വലിയാണ്. അപ്പൊ ആത്മാവിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ള കർമ്മം ഈശ്വരനാണ്. ആ കർമ്മമാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പം ആ ആത്മാവ് ഈശ്വരനെന്ന് പറയുമ്പോഴേക്കും വളരെ ഡെപ്തിൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിയും ഈശ്വരൻ തന്നെയാണ്. അതും തത്വമസി എന്നുള്ള തത്വത്തിലേക്ക് എത്തിച്ചേരുന്നു. ഒരാളെ കണ്ട് തൊഴുമ്പോഴേക്കും എന്തിനു തൊഴുന്നു എന്ന് ചോദിച്ചാൽ ഈ ഈശ്വരൻ. പക്ഷെ ഓരോരുത്തരും ഓരോ കർമ്മമാണ് ചെയ്യുന്നത്. ഇപ്പം ഈശ്വരൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്ന കർമ്മം, ഇദ്ദേഹം ചെയ്യുന്ന കർമ്മം, മൂന്നാമതിരിക്കുന്ന ഒരാൾ ചെയ്യുന്ന കർമ്മം. അപ്പം ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ സർവ്വതും നേടിയെടുക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ മിഥ്യ. കൂട്ടായ്മയിലൂടെ വേണം നമ്മൾ അങ്ങനെ ഈ ദേവീ സങ്കല്പം അതിനകത്ത് കൊണ്ടുവന്നു. അപ്പൊ ദേവീ സങ്കല്പം വെച്ചാൽ ഭഗവാൻ ചെയ്യുന്ന കർമ്മം ഇതാണെന്നും സർവ്വതും സ്ത്രീയുടെ ഇനിയുള്ള തലമുറ. ഇപ്പം നമ്മൾ കൽക്കിയുടെ പകുതിയിലൂടെ സഞ്ചരിക്കും. സർവ്വതും സ്ത്രീയാണ്. സ്ത്രീ ഇല്ലെങ്കിൽ ഒന്നുമില്ല, അമ്മ ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഭൂമിദേവിയെ ഭഗവാൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഗർഭപാത്രത്തിനോട് ഇക്വലന്റ് ടു ഗർഭപാത്രമാണ്. അത് വേറൊരു ചാപ്റ്ററായിട്ട്. പ്രകൃതി. അപ്പം ഏത് ഇതെടുത്തില്ലെങ്കിലും സ്ത്രീ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. അപ്പം
അടുത്ത സ്ത്രീകൾക്ക് അതിൻ്റേതായ രീതിയിൽ അവർക്ക് ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതിന് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈൻ പവർ പാസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. പണ്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടില്ലേ, ഓരോ വീട്ടിലത്തെയും ദീപം എന്ന് പറയുന്നത് അല്ലെ, സ്ത്രീ അമ്മ എന്ന് പറയുന്നത് വീട്ടിന്റെ വിളക്കാണെന്ന് പറയും. ശരിക്കും ഇതല്ലേ നമ്മൾ പണ്ട് കേൾക്കുമ്പോഴേക്കും വീട്ടിൽ ദീപം ദീപം എന്ന് പറഞ്ഞിട്ടാണ് സന്ധ്യ കയറുന്നത്. അപ്പം ബാക്കി ആണുങ്ങൾ ജോലി ചെയ്യും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. ആ അമ്മ തന്നെ ആയിരിക്കും ആ വീട്ടിനകത്തുള്ള എല്ലാ കാര്യത്തിനകത്തും ഒരു കെമിസ്ട്രി ഉണ്ടാക്കും. ആ വീട്ടിനകത്തുള്ള അംഗങ്ങളുടെ കാര്യത്തിൽ അമ്മയുടെ ഒരു പ്രാധാന്യം അല്ലേ. ഇപ്പൊ ഒരുപക്ഷെ ഇന്നിപ്പോ മാതാമൃതാനന്ദ ദേവി അമ്മയ്ക്ക് അത് അമ്മയുടെ കർമ്മമാണ് അമ്മ ചെയ്യുന്നത്. ഇപ്പം ഏതൊരു വിഷയം വന്നാലും അതിനകത്ത് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. അപ്പം ഓരോ അതില്ലാതിരുന്ന നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ജനറേറ്റഡ് ആവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അമ്മയുടെ ഒരു കർമ്മമാണ് അമ്മ ലോക മാതാവായി ആ ശരീരത്തിനെ ഉപയോഗിച്ച് അമ്മയുടെ കർമ്മം ചെയ്തു. ആ അമ്മ എന്നുള്ള ശരിയായ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത്. അപ്പം ആ അമ്മ എന്നുള്ള സങ്കല്പം, സ്ത്രീ എന്നുള്ള സങ്കല്പം ഇതിലൂടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ആണ് ഈ വിഗ്രഹം കൊത്തിയിരിക്കുന്നത്.